ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ OCD എന്ന ഒരു മാനസിക രോഗാവസ്ഥയെക്കുറിച്ച് കേൾക്കാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. ഇന്നത്തെ ഒരു സമൂഹത്തിൽ പൊതുവെ മനഃശാസ്ത്രമായിട്ട് ബന്ധമില്ലാത്ത ആളുകൾ വരെ നിരന്തരം ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ് ഈ OCD എന്നുള്ളത്, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ. എന്താണ് ഈ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ? ഇത് ആ വാക്കിൽ തന്നെ, ആ പേര് തന്നെ കിടപ്പുണ്ട് ഇതിന്റെ അർത്ഥം. ഒബ്സഷൻ, കമ്പൽഷൻ. ഒബ്സഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ചിന്തകൾ അനാവശ്യമായിട്ട് നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് തള്ളിക്കയറി വരുന്നു. ഈ ചിന്തിക്കുന്ന ആൾക്കറിയാം അങ്ങനെ അത് ചിന്തിക്കേണ്ട കാര്യമില്ല എന്ന്. പക്ഷേ ഈ ചിന്തകൾ ഭയങ്കരമായിട്ട് അതിന്റെ അതിപ്രസരം വല്ലാതെ അകത്ത് സംഭവിക്കുന്നു. അപ്പോൾ ഈ അനാവശ്യ ചിന്തകൾ അകത്ത് വന്ന് നിറയുന്നത് കാരണം ഒരു അനിശ്ചിതത്വം, ഒരു അസ്വസ്ഥത, ഒരു പേടി മനസ്സിനകത്ത് ഈ ചിന്തകൾ കൊണ്ടയിടുന്നു. അങ്ങനെ ഈ ചിന്തകൾ നിമിത്തം മനസ്സിനകത്ത് വരുന്ന അസ്വസ്ഥതയെ മറികടക്കാൻ അതിന് പ്രതിവിധിയായിട്ട് ചില നിർബന്ധിത പ്രവർത്തനങ്ങളിൽ അതിന് പ്രതിവിധിയായിട്ട് ഇവർ ഏർപ്പെടേണ്ടതായിട്ട് വരുന്നുണ്ട്. അതിനെയാണ് കമ്പൽഷൻ എന്ന് പറയുന്നത്. അതായത് ഈ ഒബ്സസീവ് തോട്ടുകൾ അകത്ത് വന്ന് നിറയുന്ന അസ്വസ്ഥതകൾ പരിഹരിക്കാൻ വേണ്ടി കമ്പൽസീവ് ആയിട്ടുള്ള ചില ആക്ഷൻസിലേക്ക് എത്തപ്പെടാൻ ഈ വ്യക്തികൾ നിർബന്ധിതരാകുന്ന ഒരവസ്ഥയുണ്ട്. ഇത് ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം സംഭവിച്ചു പോവുകയല്ല. ഒരു 24 മണിക്കൂറിലെ ജീവിതത്തിന്റെ ആ ചക്രത്തിനകത്ത് ഒട്ടനവധി സമയം ഈ ഒരു ആവർത്തിച്ചുള്ള പ്രക്രിയയ്ക്ക് വേണ്ടി ഇവർ നിർബന്ധിതമായിട്ട് മാറ്റപ്പെടുകയാണ്. ഇതിനെയാണ് ശരിക്കും OCD എന്ന് പറയുന്നത്. ഞാൻ തുടക്കത്തിൽ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത്തിരി സങ്കീർണമായിട്ട് നിങ്ങൾക്ക് തോന്നാം. അതിന്റെ വകഭേദങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. OCD പല രീതിയിലുണ്ട്, പല വകഭേദങ്ങളുണ്ട്. OCDയിലെ ഒരു വകഭേദം ചെക്കിംഗ് ആണ്. ചെക്കിംഗ് നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്, ചില ആളുകൾ ഇങ്ങനെ എപ്പോഴും ചെക്ക് ചെയ്യുക, ആവർത്തിച്ച് ചെക്ക് ചെയ്യുക. അതായത് ഇപ്പൊ വീട്ടിലെ ഗ്യാസിന്റെ സിലിണ്ടറിന്റെ റെഗുലേറ്റർ ഓഫ് ആക്കിയോ എന്നുള്ളത് ഒരു പ്രാവശ്യം നമ്മൾ നോക്കും, പിന്നെ ചെറിയ ഡൗട്ട് തോന്നും ഓഫ് ആക്കിയിട്ടുണ്ടോ, വീണ്ടും അത് ചെന്ന് നോക്കും, വീണ്ടും നോക്കും. ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ചെക്ക് ചെയ്ത് നോർത്ത് കുഴപ്പമില്ല കേട്ടോ. ഈ ഡബിൾ ചെക്കിംഗ് അത് നല്ലതാണ്, സേഫ്റ്റിക്ക് നല്ലതാണ്. പക്ഷെ അത് വീണ്ടും 4ഓ 5ഓ പ്രാവശ്യമാവുക, ജീവിതത്തിൽ കുറേയേറെ നിമിഷങ്ങൾ അതിനുവേണ്ടി തന്നെ മാറ്റിവെക്കുക. എന്നിട്ട് സംഭവിക്കുന്ന കാര്യം എന്താ, ഈ റെഗുലേറ്ററിന്റെ ഒക്കെ നോബ് തിരിച്ച് അത് പൊട്ടിപ്പോകും. അങ്ങനത്തെ അവസ്ഥ ചെക്ക് ചെയ്യുക. പിന്നെ ഡോർ അടച്ചോ നോക്കുക, ഡോർ അടച്ചു ശരിയാണ്, പക്ഷെ വീണ്ടും മനസ്സിൽ സംശയം തോന്നുക, ഡോർ അടച്ചായിരുന്നു, വീണ്ടും ചെന്നിട്ട് ചെക്ക് ചെയ്യുക. അങ്ങനെ ആവർത്തിച്ച് ഇതേ പ്രോസസ്സ്. സ്വിച്ച് ഓഫ് ആണെന്ന് നോക്കുക, ഈ വീട്ടിലെ മോട്ടറിന്റെ അയൺ ബോക്സിന്റെ ഒക്കെ. അതായത് ഇത്തിരി ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സാഹചര്യം അതിനെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള പേടി അകത്ത് വന്നിങ്ങനെ നിറയുകയാണ്. ഈ OCD ചെക്കിംഗ് ഉള്ള ആളുകൾക്ക് അവരുടെ വീട്ടിലെ ഹോം അപ്ലയൻസസ്, അവിടുത്തെ വീട്ടിലെ മറ്റുള്ള ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ വേഗം കേടായി പോകും. പ്രത്യേകിച്ച് വാട്ടർ ടാപ്പ് ഒക്കെ. കാരണം ഈ ടാപ്പ് പൂട്ടിയിട്ടുണ്ടോ എന്ന് ഇവർ എപ്പോഴും ചെക്ക് ചെയ്യും. ആ ചെക്ക് ചെയ്ത് അതിന്റെ ത്രെഡ് ക്രമേണ നഷ്ടപ്പെട്ടു പോകും. ഡോർ ലോക്ക്, ഈ OCD ചെക്കിങ്ങിന്റെ ബുദ്ധിമുട്ടുള്ള ആളുകൾ വീട്ടിലുണ്ടെങ്കിൽ വീട്ടിലെ മിക്ക വാതിലുകളുടെയും ഡോർ ലോക്ക് പോകും. കാരണം എന്താണെന്നറിയാമോ, ഈ ഡോർ ലോക്ക് ചെയ്തോ എന്ന് അവർ വീണ്ടും ആവർത്തിച്ച് പ്രസ് ചെയ്യും. കുറച്ചു കാലം കൊണ്ട് ഇത്തരത്തിലുള്ള വസ്തുക്കളൊക്കെ പെട്ടെന്ന് നാശമാകും. ഈ ചെക്കിംഗ് എന്ന് പറയുമ്പോൾ സ്വിച്ച് മാത്രമൊന്നുമല്ല, ഡോർ ലോക്കൊന്നും മാത്രമല്ല. ചിലർക്ക് ഈ കാറിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ സെൻട്രൽ ലോക്കിന്റെ കീ ഉണ്ടല്ലോ, അത് ആവർത്തിച്ച് ഞെക്കിക്കൊണ്ടേയിരിക്കുക. എന്താണെന്നറിയാമോ, അവർക്ക് ചെറിയ പേടിയാണ്, ഞാനത് ഡോർ ലോക്ക് ചെയ്തിട്ടുണ്ടാകുമോ എന്ന്. അതായത് കണ്ടോ, ഈ ഒബ്സഷൻ എന്താ അകത്ത് വരുന്നത്? ഒബ്സഷൻ വരുന്നത് ഞാനത് ലോക്ക് ചെയ്തിട്ടുണ്ടാകുമോ എന്നുള്ള ഒബ്സഷൻ. അപ്പൊ അകത്ത് ഇങ്ങനെ നിറയുവാണ്, ചെയ്തിട്ടുണ്ടായില്ലെങ്കിലോ അപ്പോൾ അപകടമാവത്തില്ലേ? അതാണ് അസ്വസ്ഥത. അപകടം വന്നാലോ, കള്ളന്മാർ കയറിയാലോ, അല്ലെങ്കിൽ ഗ്യാസ് ഓഫ് ആക്കി തീ പിടിച്ചാലോ, ഈ ചിന്ത അസ്വസ്ഥതയായിട്ട് വരികയാണ്. അപ്പോൾ അതിനെന്താ പ്രതിവിധി? ഒറ്റ പ്രതിവിധിയേ ഉള്ളൂ, വേറെ പ്രതിവിധി ഒന്നുമില്ല. പോയി നോക്കണം, അല്ലെങ്കിൽ പോയി ചെക്ക് ചെയ്യണം. അങ്ങനെ ആ കമ്പൽസീവ് ആക്ഷൻ ചെയ്യുമ്പോഴാണ് ഒരു ടെമ്പററി റിലീഫ് കിട്ടും, താൽക്കാലിക ആശ്വാസം. പക്ഷെ അത് കുറെ നേരത്തേക്കില്ല, 2-3 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും അകത്ത് ആശങ്കയാണ്, ഞാനത് ചെയ്തിട്ടുണ്ടാകുമോ എന്ന്. അങ്ങനെ ഈ വിഷമ വൃത്തത്തിനകത്ത് പെട്ടുകിടക്കുന്ന അവസ്ഥയാണ് OCD ചെക്കിംഗ് എന്നുള്ളത്. ഈ പണ്ടൊക്കെ കത്തൊക്കെ അയക്കുന്ന കാലത്തെ, പണ്ട് മാത്രമല്ല ഇപ്പോഴും അങ്ങനെ തന്നെ. ഇപ്പം ഒരു ഇമെയിലൊക്കെ അയക്കണമെങ്കിൽ OCD ചെക്കിംഗ് ഉള്ള ഒരാൾക്ക് ഒരു കത്ത് അയക്കുക, ഇമെയിൽ അയക്കാനുള്ള ഒട്ടും എളുപ്പമല്ല. കാരണം എന്താ അറിയാമോ, ഞാൻ എഴുതിയത് ശരിയാണോ എന്ന് ഇവർ വീണ്ടും നോക്കിക്കൊണ്ടിരിക്കും. വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുന്ന കാരണം ഒരിക്കലും സെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ വിവിധ രീതിയിൽ ചെക്കിംഗ് അനുഭവിക്കുന്ന ആളുകളുണ്ട്. ഇത് OCDയുടെ
ഒരു ടിപ്പിക്കൽ വകഭേദമാണ്. വേറെ ഒന്നുകൊണ്ട് കണ്ടാമിനേഷൻ എന്ന് പറയുക. കണ്ടാമിനേഷൻ എന്ന പേരിന്റെ അർത്ഥം നമുക്കറിയാം അല്ലെ, അഴുക്ക്, മാലിന്യം. അപ്പൊ ഇവരുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും അഴുക്കുണ്ട്, എല്ലായിടത്തും വൈറസ് ഉണ്ട്. അപ്പൊ അത് കണ്ടാമിനേറ്റഡ് ആകുമെന്നുള്ള പേടിയാണ്. ഇക്കൂട്ടരാണ് നമുക്കറിയാം ഒരുപാട് വെള്ളം ഉപയോഗിച്ച് കൈ കഴുകുക, ശരീരഭാഗങ്ങൾ വൃത്തിയാക്കുക, കുളിക്കാനൊക്കെ കയറിയിട്ട് 2 ടാങ്ക് വെള്ളവും 2 മണിക്കൂറും 5 സോപ്പ് ഉപയോഗിച്ചിട്ടും പുറത്തിറങ്ങാത്ത ആൾക്കാരെ കുറിച്ചൊക്കെ ഞാൻ രസകരമായിട്ട് പറഞ്ഞെങ്കിലും അതൊന്നും ഒട്ടും അതിഭാഗത്വങ്ങളല്ല. നിരവധി ആളുകൾ അങ്ങനെയുണ്ട്. കാരണം അവർ ഒരുപാട് സമയം എടുക്കുന്നു, അവർ ഒരുപാട് വെള്ളം ചെലവാക്കുന്നു, അവർ ഒരുപാട് സോപ്പ് ചെലവാക്കുന്നു. കാരണം എന്താണെന്നറിയാമോ, ഈ ഒബ്സഷനകത്ത് വരിക എന്താ, ഈ ഞാൻ കുളിച്ചിട്ടും ഞാൻ കഴുകിയിട്ടും വൃത്തിയായില്ല എന്നുള്ള ഒബ്സഷൻ വരുന്നു. അപ്പോൾ അതിനെന്താ പ്രതിവിധി? ഈ കമ്പൾസീവ് ആക്ഷൻ എന്താ? സോപ്പ് അപ്ലൈ ചെയ്യുക, വെള്ളം ഒഴിക്കുക, സോപ്പ് അപ്ലൈ ചെയ്യുക, വെള്ളം ഒഴിക്കുക. വീണ്ടും ചിന്ത വരികയാണ് വൃത്തിയായിട്ടില്ല. ചിലർക്ക് പാത്രം കഴുകുമ്പോൾ ഇങ്ങനെയാണ്, പാത്രം എത്ര കഴിയാലും വൃത്തിയാവത്തില്ല. ഈ കണ്ടാമിനേഷന്റെ ചിന്ത അകത്തുള്ളവർക്ക് അതിന്റെ വേറൊരു ലക്ഷണമുണ്ട്. മറ്റുള്ളവർ തൊടുന്ന ഭാഗങ്ങളിൽ ഇവർ തൊടാൻ കഴിയത്തില്ല. അതായത് ഡോർ ലോക്ക് ഒരു പ്രധാന ഉദാഹരണമാണ്, ഡോറൊക്കെ. കാരണം അത് ഒരുപാട് പേരുടെ സമ്പർക്കം ഉള്ളതല്ലേ. അപ്പൊ അവിടെയൊക്കെ ഈ പകരപ്പെടുന്ന ഈ അഴുക്ക്, കണ്ടാമിനേഷൻ ഉണ്ടെന്നുള്ള പേടി കാരണം ഈ OCD ഉള്ള ഒരു ക്ലയന്റ് ഉണ്ട് എനിക്ക്. എവിടെ ചെന്നാലും വാതിൽ ചവിട്ടിയെ തുറക്കത്തുള്ളൂ. കാരണം കൈകൊണ്ട് തൊട്ടാൽ ഈ അഴുക്ക് അവരിലേക്ക് പറ്റുമെന്നുള്ള പേടിയാണ്. ഇവര് പബ്ലിക് ടോയ്ലറ്റ് യൂസ് ചെയ്യത്തില്ല. അതുപോലെ കോമൺ ആയിട്ട് ആളുകൾ തൊടുന്ന, സമ്പർക്കം വരുത്തുന്ന ഒരു മേഖലയിൽ ഇവർ തൊടത്തില്ല. കാരണം ഇവർ ഭയപ്പെടുന്നു, തൊട്ട് കഴിഞ്ഞാൽ ഇവരിലേക്ക് ഈ അഴുക്കുകൾ ഇവരിലേക്ക് വരുമെന്ന് ഒരു വല്ലാത്ത ഭയം ഇവർക്കുണ്ട്. ഇതാണ് OCD കണ്ടാമിനേഷൻ. ഇതും ആഴത്തിൽ പഠിക്കേണ്ടതാണ്. നിങ്ങൾക്ക് അതിന്റെ പ്രാഥമിക ലക്ഷണം ഞാൻ പെരിഫറൽ ആയിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ OCDയുടെ വേറൊരു വകഭേദമുണ്ട്. അതിന് ഹോർഡിംഗ് എന്നാ പറയാ. ഹോർഡിംഗ്, HOARDING, ഹോർഡിംഗ്. ആ വാക്കിന്റെ അർത്ഥം പൂഴ്ത്തിവെക്കുക എന്നുള്ളതാണ്. OCDയുടെ ചില ആളുകൾക്ക്, ഈ OCD ഉള്ള ആളുകൾക്ക്, അവർക്ക് അത്തരം മൂല്യമുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ പോലും ഒന്നും എടുത്ത് കളയാൻ കഴിയത്തില്ല, ഒന്നും കളയത്തില്ല. എല്ലാം, ഒരാവശ്യവുമില്ല, ഒരു മൂല്യങ്ങളും ഇല്ലെങ്കിലും ഇതെല്ലാം അവർ ശേഖരിച്ചു വെക്കും. അവരുടെ വീട്ടിൽ ചെന്നാൽ ഒരു കൊച്ചു മ്യൂസിയം ആയിരിക്കും. കാരണം ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും കാലപ്പഴക്കം ചെന്നതുമായിട്ടുള്ള ഒരാവശ്യമില്ലാത്ത വസ്തുക്കൾ ശേഖരിച്ചു വെക്കുക. ഇവരുടെ ഒബ്സഷൻ എന്താണെന്നറിയാമോ? ഇതെടുത്ത് കളയാൻ കഴിയത്തില്ല, സാധിക്കത്തില്ല അവർക്കുണ്ട്. എനിക്കറിയാം, ഈ മിൽമയുടെ പാക്കറ്റ് പാല് എത്രയോ കണക്കിന്, ഡസൻ കണക്കിന് പാക്കറ്റ് പാലുകൾ ഒന്നും കളയാതെ കെട്ടിവെച്ചിട്ടുള്ള ഒരു ക്ലയന്റ് എനിക്കുണ്ടായിരുന്നു. കാരണം ഈ പാക്കറ്റ് പാല് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊക്കെ സാധാരണ ഈ കവർ എടുത്ത് കളയും. പക്ഷെ അവർക്കത് കളയാൻ കഴിയത്തില്ല. അവരുടെ വീട് നിറയെ ഈ കവർ ഇങ്ങനെ കെട്ടിവെച്ചേക്കുക. OCD ഹോർഡിങ്ങിന്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. OCD ഇൻട്രൂസീവ് തോട്ട് ഉണ്ട്. ഇൻട്രൂസീവ് തോട്ട് എന്ന് പറഞ്ഞാൽ തുളച്ചു കയറുന്ന ചിന്തകൾ. അത് സെക്ഷൽ തോട്ടാകാം, വയലൻസിന്റെ തോട്ടാകാം, നിരവധി തോട്ടുകളുണ്ട്. മറ്റുള്ളവരെ ഉപദ്രവിക്കുക എന്നുള്ള ചിന്തയാകാം, ഞാൻ മറ്റുള്ളവരെ ഉപദ്രവിക്കുക എന്നുള്ളത്. എൻ്റെ ഒരു ക്ലയന്റ് റോട്ടിൽ കൂടെ നടക്കാൻ പേടിയാ. പേടി വേറൊന്നുമല്ല, ഒരു ലോറിയോ ട്രക്കോ ഒക്കെ കണ്ടാൽ അവർക്ക് പേടിയാണ്. അവരറിയാതെ അതിന്റെ മുൻപിലേക്ക് ചാടിപ്പോകുമോ എന്നുള്ളത്. കുഞ്ഞ് ജനിച്ചിട്ട് 2 വർഷമായിട്ട് സ്വന്തം കുഞ്ഞിനെ കയ്യിലെടുക്കാൻ കഴിയാത്തൊരമ്മ ഞാൻ കണ്ടിട്ടുണ്ട്. ആ അമ്മയുടെ ഏറ്റവും വലിയ പേടി ഈ കുഞ്ഞിനെ എടുക്കുമ്പം ഞാൻ അറിയാതെ എൻ്റെ കുഞ്ഞിനെ താഴെയിട്ട് കളയുമോ എന്നുള്ള പേടി. ഇൻട്രൂസീവ് തോട്ടാണ്. അവര് ഒരിക്കലും കുഞ്ഞിനെ താഴെ എടുത്തില്ല. ഈ പേടി, ആ പേടി കാരണം സംഭവിക്കുന്ന കാര്യം, സ്വന്തം കുഞ്ഞിനെ പോലും കയ്യിലെടുക്കാൻ കഴിയാത്ത അവസ്ഥ. ഇൻട്രൂസീവ് തോട്ട്. അതുപോലെ ഈ ഇൻട്രൂസീവ് തോട്ട്, വയലൻസ് തോട്ട് ഉണ്ട്, സെക്ഷുവൽ തോട്ട് ഉണ്ട്. വയലൻസ് തോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ആരെങ്കിലും കൊന്നുപോകുമോ? ഇവരാരും കൊല്ലത്തൊന്നുമില്ല. ഈ OCDയുടെ ഇൻട്രൂസീവ് തോട്ട്, വയലൻസ് തോട്ടുള്ള ഒരാള് അദ്ദേഹം വീടിന്റെ അടുക്കളയിൽ കയറാറില്ല. കാരണം അടുക്കളയിൽ ചെല്ലുമ്പോൾ അവിടെ കത്തി കാണും. അപ്പൊ കത്തി എടുത്തിട്ട് ഞാൻ എന്റെ ഭാര്യയെ കുത്തി പോകുമോ എന്നുള്ള പേടി. അദ്ദേഹം അങ്ങനെ കൊല്ലുമൊന്നുമില്ല. ഈ പേടി കാരണം അങ്ങോട്ട് പ്രവേശിക്കാൻ കഴിയത്തില്ല. ഈ സെക്ഷുവൽ ഇൻട്രൂസീവ് തോട്ട് ഉണ്ട്. ഇവര് സെക്ഷുവലി മറ്റുള്ളവരെ ഉപദ്രവിക്കുകയല്ല, അല്ലാതെ ഈ ലൈംഗികമായിട്ടുള്ള ചിന്തകൾ ഒരുപാട് ചിന്തിക്കുന്ന ആളുകളും അല്ല. ഇവർക്ക് പേടിയാണ്. സ്വന്തം പെൺകുഞ്ഞിനെ മടിയിൽ എടുത്തു വെക്കാൻ കഴിയാത്ത ഒരു അച്ഛനെ കുറിച്ച് അദ്ദേഹത്തിന് ഏറ്റവും വലിയ പേടി, എന്റെ കുഞ്ഞിനെ ഞാൻ മടിയിൽ എടുത്തു വെക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും മോശമായിട്ട് എന്റെ കുട്ടിയോട് ചെയ്തു പോകുമോ എന്നുള്ള പേടിയാണ്. ഇതാണ് ഈ OCDയുടെ ഇൻട്രൂസീവ് തോട്ട് അകത്തേക്ക് വന്നാൽ അതിനെ ജയിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. അതിന് കൃത്യമായിട്ടുള്ള മനഃശാസ്ത്ര മേഖലയിൽ നിന്നുള്ള വിദഗ്ധരുടെ സപ്പോർട്ട് വേണം. അതുകൊണ്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഈ മനോഭാരം ഇങ്ങനെ വഹിച്ചുകൊണ്ട് ജീവിതം ദുസ്സഹമാക്കേണ്ട കാര്യമേ ഇല്ല. മനഃശാസ്ത്ര മേഖലയിൽ ഇപ്പോൾ തക്കതായിട്ടുള്ള ചികിത്സാ സമ്പ്രദായങ്ങളും കൗൺസിലിംഗ് രീതികളും ഒക്കെ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. OCDയുടെ ഒരു വകഭേദം കൂടെ പറഞ്ഞ് നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ നിർത്താം. അത് ഓർഡർലിനെസ് എന്ന് പറയാം. അതായത് ചില OCDക്കാർക്ക് എല്ലാം അടുക്കും ചിട്ടയുമായിട്ടിരിക്കണം.
ശരിയാണ്, അടുക്കും ചിട്ടയൊക്കെ നമുക്ക് ജീവിതത്തിൽ നല്ലതാ. എന്തും അധികമായാൽ അത് നമ്മുടെ ജീവിതത്തെ കൃത്യമായിട്ട് ബാധിക്കും. എല്ലാം അടുക്കി പെറുക്കി വെക്കണം, എല്ലാം ഓർഡർ ആയിട്ടിരിക്കാതെ മാത്രമല്ല, ഇവരുടെ ഏറ്റവും വലിയ പ്രോബ്ലം ഇതിനകത്ത് എന്തെങ്കിലും ഒന്ന് ക്രമം തെറ്റിയാൽ, സ്ഥാനചലനം സംഭവിച്ചാൽ ഇവർ അസ്വസ്ഥരായിട്ട് ഇവരുടെ പിന്നെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇത് ഓർഡർ ആക്കി വെക്കുക എന്നുള്ളതാ. അടുക്കും ചിട്ടയും നല്ലതാണ്, പക്ഷെ ആ അടുക്കും ചിട്ടയ്ക്കകത്ത് എവിടെയെങ്കിലും നിങ്ങളുടെ പ്ലാൻ അനുസരിച്ച് ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വല്ലാതെ ഉത്കണ്ഠാകുലരാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരവസ്ഥ തുടർച്ചയായിട്ട് നിങ്ങളെ ബാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ OCDയുടെ ഈ ഓർഡർലിനെസ് എന്ന വിഭാഗത്തിലാണ്. ചിലർക്ക് അമിത വൃത്തിയാണ്. ഒരു ദിവസം വീട് 3 പ്രാവശ്യം തുടയ്ക്കുന്ന ആളെ എനിക്കറിയാം. ഒരുപാട് പ്രാവശ്യങ്ങൾ തുണി അലക്കുന്ന ആളെ എനിക്കറിയാം. വാഷിംഗ് മെഷീനിൽ തുണി അലക്കിയാൽ അത്ര വൃത്തിയാവില്ല എന്നുള്ള ആശങ്കയുള്ളവരൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷേ അത് ഈ OCDയുടെ ഈ ക്ലെൻലിനെസ്സിനെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ട് ഒരിക്കൽ പോലും വാഷിംഗ് മെഷീനിൽ ഒരു ക്ലോത്ത് പോലും ഇടാൻ കഴിയാതെ ഒരുപാട് പ്രാവശ്യം ഡിറ്റർജന്റ് ഉപയോഗിച്ച് ഒരേ തുണി ആവർത്തിച്ച് കഴുകുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ OCDയുടെ പ്രധാന വകഭേദങ്ങൾ ഇങ്ങനെയാണ്. കേൾക്കുമ്പോൾ നമുക്ക് ഈ അവസ്ഥകൾ രസകരമായിട്ടും പരിഹാസകരമായിട്ടൊക്കെ തോന്നാം. പക്ഷേ ഈ OCD എന്ന് പറഞ്ഞ ഈ വല്ലാത്ത അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നവരുടെ മനോവ്യഥ അത് പുറത്ത് ആർക്കും പറയാൻ കഴിയാത്ത രീതിയാണ്. അത് അനുഭവിക്കുന്നവനെ അതിന്റെ തീവ്രത അറിയത്തുള്ളൂ. പക്ഷെ ഇതിന്റെ ഒരു ഏറ്റവും ദുഃഖകരമായ അവസ്ഥ, ഈ OCD ചെക്കിംഗ് എന്നും കണ്ടാമിനേഷൻ എന്നും ഹോർഡിംഗ് എന്നും ഇൻട്രൂസീവ് തോട്ട്, ഈ ഓർഡർലിനെസ് എന്ന് പറഞ്ഞ വിഭാഗത്തിൽ പെടുന്ന ആളുകളൊക്കെ അത് വല്ലാതെ കൂടിക്കഴിഞ്ഞാൽ അത് അവരുടെ ദൈനംദിന ജീവിതത്തെയും സാമൂഹിക സമ്പർക്കങ്ങളെയും അവരുടെ ജോലി മേഖലയും വ്യക്തി ജീവിതത്തെയും ഒക്കെ ബാധിക്കും. അത് അവരെ പിന്നീട് കഠിനമായിട്ടുള്ള വ്യത്യസ്ത മനോരോഗങ്ങളിലേക്ക് നയിക്കാറുണ്ട്. അതുകൊണ്ട് OCDയുടെ പ്രയാസമുള്ളവർ അത് വെച്ചുകൊണ്ട് അതിനെ വലുതാക്കിയെടുക്കാതെ അതിന് തക്കതായിട്ടുള്ള മനഃശാസ്ത്ര പ്രതിവിധികൾ നമ്മൾ നേടേണ്ടതായിട്ടുണ്ട്.